ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പൊ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി? വന്നിരിക്കുന്നത് നമുക്ക് നോക്കാവേ. നമുക്കിവിടെ 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് സ്റ്റാർ ആണ്. പിന്നീട് നമുക്ക് ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഇത് 8 ഓഫ് വാൻസ്, ഏസ് ഓഫ് സോർഡ്സ്, ഇവിടെ 5 ഓഫ് വാൻസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റാർ കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹീലിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ടാരോ റീഡിങ് കാണുന്നവരായിരിക്കാം കൂടുതലായിട്ടും, അല്ലെങ്കിൽ അത് പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ റീഡേഴ്സ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ റേക്കി പഠിക്കുന്നവരായിരിക്കാം, ആത്മീയ എനർജിയെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാം. അങ്ങനെ നമുക്ക് ചക്രാസിനെ കുറിച്ചൊക്കെ അറിവുള്ള ചില ആൾക്കാരായിരിക്കാം ഇപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ റിക്കവറായി മുന്നോട്ട് വരുന്ന എനർജിയാണ്, അല്ലെങ്കിൽ അത് സുഖപ്പെടുന്ന ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത്. മെഡിസിനൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അസുഖം കുറഞ്ഞു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം ഈ ഒരു സമയത്ത്. ഇവിടെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഹെൽത്തിന് കുറച്ചൊന്ന് വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അത് മുന്നോട്ട് വരുന്നുണ്ട്, ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വെൽത്തും നിങ്ങൾക്ക് കുറച്ചൊക്കെ പ്രോഗ്രസ്സിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഹെൽത്തും വെൽത്തും നിങ്ങൾക്ക് പ്രോഗ്രസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്ന എനർജിയാണ്. സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസം വരുന്നത്. കുറച്ച് വ്യത്യാസമല്ല, കുറച്ച് നല്ല പ്രോഗ്രസ് വരുന്ന എനർജി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളിപ്പോൾ ആത്മീയപരമായ ചില കാര്യങ്ങളിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹീലിങ്ങിനെ കുറിച്ച് ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഒരു ഉയർച്ച വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിലൊക്കെയും നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു സ്റ്റാറിന്റെ പദവി ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് അത് അംഗീകരിച്ച് തരുന്ന ഒരു എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇത് പല തരത്തിലും നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യത്തിലും സാമ്പത്തികപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രോഗ്രസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെയും പരാജയത്തിലായിരുന്നിരിക്കാം ജീവിതം, അസുഖങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന സമയം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒന്നും വിചാരിക്കുന്ന പോലെ മുൻപോട്ട് നടക്കുന്നില്ല, മുൻപോട്ടൊരു പ്രോഗ്രസ് ഒന്നിനും കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ഇടത്ത് നിന്നും നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു മുന്നേറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ജസ്റ്റിസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും. ഇതുവരെ നിങ്ങളൊരു പരാജയത്തിലായിരുന്നിരിക്കണം. ചിലപ്പോൾ ചില കേസുകളിലൊക്കെ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാവാം. അത് നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ളവർ നിങ്ങളെ കുടുക്കിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഡിവോഴ്സ് കേസാവാം, അതുമല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ ഏതെങ്കിലും ഒരു കാര്യത്തിലാവാം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്നെസ് അനുഭവിക്കുന്നുണ്ടാവാം, അതുമല്ല എങ്കിൽ മറ്റു ചില കമ്പനി കാര്യങ്ങളിലാവാം, ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ ചില കേസ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഒരു ന്യായം നിങ്ങളിൽ നടപ്പാക്കപ്പെടും എന്നാണ് കാണുന്നത്. അത് ന്യായം നിങ്ങളിൽ നടപ്പാക്കി
വരുന്നത്, അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നത് ഡിവൈൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് 8 ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കരിയറിലൊക്കെ നിങ്ങൾക്ക് നല്ല പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആഗ്രഹിക്കുന്ന സ്ഥലത്ത് യാത്ര ചെയ്യാൻ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില വ്യക്തികളുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുക, ഇത്തരത്തിലുള്ള എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വളരെയധികം പാഷനേറ്റാണ്, അഭിനിവേശമാണ് ഇവിടെ. അത് ആവേശത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്, സ്പീഡിൽ ടു ആക്ഷൻ നടക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിന്. എത്രയും പെട്ടെന്നാണ് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ ഒരു ആക്ഷൻ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട്, ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള യാത്രകൾ. റീയൂണിയൻ സംഭവിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ അകന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുന്ന എനർജിയും ഇവിടെയുണ്ട്. അപ്പോൾ വാൺസ് ഫയർ സൈനാണ് ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് 8 ഓഫ് വാൺസിന്റെ എനർജി ഇതാണ്. ഇനി അടുത്തായിട്ട് ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. പുതിയ ഒരു വഴിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു. ചിലപ്പോൾ ചില ജോലികളാവാം, നിങ്ങൾ നേരത്തെ തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വെച്ചിരുന്ന ചില ജോലികളിലേക്ക് പോകാൻ ഒരു തുടക്കം വന്നിരിക്കുന്നു. ഇനി അതുമല്ല, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ പിണങ്ങിയൊക്കെ ഇരുന്ന് അവിടെ ഒരു നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെയും ഒരു തുടക്കം, ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച ഈ ഒരു കണക്ഷൻ എനിക്ക് വേണ്ടതാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ്. അവിടെ ഒരു തുടക്കം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് കാര്യത്തിന് നിങ്ങൾ ചിന്തിക്കുന്നത്, ഏത് കാര്യത്തിന് ഒരു തുടക്കം നിങ്ങൾ കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാനാവാം, ചിലപ്പോൾ എവിടെയെങ്കിലും പോകാനായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂസിൽ പങ്കെടുക്കാൻ പോകുന്ന കാര്യമായിരിക്കാം, അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആയിരിക്കാം. ഇവിടെ ഒരു തുടക്കം എന്തായാലും വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ യാത്രകളാവാം, വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആൾക്കാരുടെ എനർജിയും ആവാം. അതുപോലെ 5 ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടാവാം, അവിടെ അല്ലെങ്കിൽ ചില മത്സര പരീക്ഷകളാവാം, അതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഓടി മുന്നോട്ട് വരികയാണ്, നിങ്ങൾക്ക് 1-ാം സ്ഥാനത്ത് എത്തണം, നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകളോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പെട്ടുപോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ആവേശത്തോടുകൂടി നിങ്ങൾ ചിന്തിക്കുന്ന ഇവിടെ സോഡ് എയർ സൈൻ പറഞ്ഞല്ലോ. ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എന്തിനോ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു തുടക്കമാണ്. അതും ചിലപ്പോൾ ചില ജോലികളിലേക്കുള്ള തുടക്കമാവാം. ഇവിടെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിലേക്ക് പോകണോ വേണ്ടയോ, ഒരു തുടക്കം വരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് പെന്റക്കിളാണ്, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പൊ ഇവിടെ നിങ്ങൾ ചില ജോലികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ ശമ്പളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം, സാമ്പത്തികം ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും വഴി നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള എനർജി വന്നില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്തോ മണിയുടെ ഒരു എനർജി വരുന്നുണ്ട്. അതായത് സാമ്പത്തികത്തിൻ്റെതായ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു തുടക്കം നിങ്ങളിലും ഇവിടെ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്, സാമ്പത്തികപരമായ ചില കാര്യങ്ങളിലേക്ക്. ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇവിടെ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ബാലൻസിങ്ങിന്റെ കാർഡാണ്. അപ്പോൾ ഇംബാലൻസ് ആയ ഒരു ജീവിതത്തെ ഇനിയെങ്കിലും ബാലൻസിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അശ്രാന്ത പരിശ്രമത്തിന് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബാലൻസ്, റിലേഷൻഷിപ്പിലെ ബാലൻസ് എല്ലാം നിങ്ങൾക്ക്
ഇംബാലൻസ് ആയിരുന്ന ഇടത്ത് നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്ന ഒരു മിസ്സിങ് എനർജിയാണ്. ആരെയോ നഷ്ടപ്പെട്ടു, അവരിലേക്ക് തന്നെ വീണ്ടും എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വന്നു ചേരാനുണ്ടായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും പ്രിയപ്പെട്ടവരുമായിട്ട് ഒരു പിണക്കം ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു പിണക്കം ഉണ്ടാകാം. അവിടെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണ്, ഈ വ്യക്തി വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഒരു മിസ്സിങ് എനർജിയാണ്, മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടി അവർക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, ആ വ്യക്തി വന്നു ചേരാൻ വേണ്ടി. കൂടുതലായിട്ട് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ ബുദ്ധിമുട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു അവസരത്തിൽ കണ്ടില്ല, ഒരു കുട കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ ഇതുണ്ട്, അതുപോലെ തന്നെ നിൽക്കുന്നത് കടൽ തീരത്താണ്. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യാൻ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ടെങ്കിലും ശരി തന്നെ ഇവിടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. കൂടുതൽ ശ്രദ്ധ അതിലേക്കാണ്, മിസ്സിങ് എനർജിയാണ്. അപ്പൊ കൂടുതൽ ശ്രദ്ധ അവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇവിടെ കണ്ടില്ലേ, ഇവിടെ 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം നിങ്ങൾ ഇവിടെ എന്തോ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട്. ഏതോ വ്യക്തിയോട് നിങ്ങൾ ആവശ്യമില്ലാത്തത് സംസാരിച്ചിട്ടുണ്ടാകും. ഇവിടെ രാത്രിയിലൊക്കെ ഉണർന്നിരുന്നിട്ട് അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെയുള്ള തോന്നലോടുകൂടി ഇവിടെ ഉറക്കം കളഞ്ഞ് കുത്തിയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഇരിപ്പെന്ന് പറയുന്നത് എന്താണ്, കൂടുതലും കർമ്മ ഫേസ് ചെയ്യാണ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയില്ല എങ്കിൽ എന്താ ഒരു ക്ഷീണം ശരീരത്തിന്, അല്ലെ? ശരീരത്തിനും മനസ്സിനും ഒരു ഉത്സാഹം അല്ലെങ്കിൽ ഒരു ഉന്മേഷം കിട്ടാത്ത എനർജിയിലേക്ക് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. എനർജി മുഴുവൻ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെ ഫേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കർമ്മ തന്നെയാണ് നിങ്ങൾ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും. സോഡ, എയർ സൈൻ, ജെമിനി, ലിബ്ര, ക്വയറിയസ് എനർജി പറഞ്ഞല്ല. അപ്പൊ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നു. അത് വേണ്ട, അത് ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയാണെങ്കിൽ ഇത് ഡിവൈനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതല്ലാതെ നിങ്ങളിൽ നിന്ന് പോയവരെ എന്തെങ്കിലുമൊക്കെ മന്ത്രതന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് തിരിച്ചു വരുത്തി കഴിഞ്ഞാലോ തീർച്ചയായിട്ടും അവരിവിടെ നിൽക്കണമെന്നൊന്നുമില്ല. അവരവരുടെ വഴിക്ക് പോകും. ആദ്യം കുറച്ച് ദിവസം, 3-4 ദിവസമൊക്കെ എങ്ങനെയെങ്കിലും ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്നിട്ട് വീണ്ടും അവർ പോവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവരുടെ മനസ്സോടുകൂടിയല്ല അവരിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പോയവരെ ഒന്ന് തിരിച്ചു വിളിച്ച് മന്ത്രം ഒന്ന് ഉപയോഗിച്ച് വിളിച്ചു കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവരെ കൂടുതൽ ചേസ് ചെയ്യാൻ പോവരുത്. അവരങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അഥവാ ഇനി വന്നാൽ തന്നെ ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ നോക്കേണ്ട. നിങ്ങളിലേക്ക് വരേണ്ട വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്ക് വന്നുകൊള്ളൂ. ഇനി കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ എനർജി അത് വേസ്റ്റ് ആക്കുകയും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. എനിക്ക് വരാനുള്ളതാണെങ്കിൽ എനിക്ക് വരും, ഞാനിത് അനുഭവിക്കേണ്ടതല്ലേ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഡിവൈനിലേക്ക് സമർപ്പണം ചെയ്യുക. ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായി? ഡിവൈൻ നോക്കിക്കൊള്ളും പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. പരിപൂർണമായ മനസ്സോടുകൂടി ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക. ആരോടെങ്കിലും ഇവിടെ സറണ്ടർ ചെയ്യൂ, ലെറ്റ് ഗോ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് വീണ്ടും എനർജി കൊടുക്കാൻ തുടങ്ങും. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് വീണ്ടും എനർജി നിങ്ങൾ കൊടുക്കാൻ പാടില്ല. മനസ്സിലായി? വീണ്ടും എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ വീണ്ടും എനർജി ഇവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ നിങ്ങൾ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ എനർജി കൊടുക്കുകയേ വേണ്ട, അതിൻ്റെതായ യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് പോകുന്ന എവിടെയാ, സന്തോഷത്തിലേക്കാണ്. കണ്ടില്ലേ? ഇവിടെ നിന്ന് സന്തോഷത്തിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പൊ ഇതൊരു കർമ്മയുടെ ഭാഗമാണ്. ഇത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സന്തോഷവും ഐശ്വര്യവും ഒക്കെ വന്നുകൊള്ളും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അഭിവൃദ്ധി തന്നെ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പാർട്ടിസിപ്പേഷൻ ആണ്.
കോംപ്രമൈസ് ചെയ്ത് ഒരു കാര്യത്തിൽ പോകാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും എവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണോ അവിടെ അത് ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള സക്സസ് കൊണ്ടുതരുന്നതാണ്. അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാം, ഒറ്റയ്ക്ക് പോരാടി ഞാനങ്ങ് ജയിക്കാം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? വേണ്ടിടത്ത് വേണ്ട പോലെ പെരുമാറുകയാണ് ഉചിതം. ലവേഴ്സാണ് വന്നിരിക്കുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെ ഈ കർമ്മയൊക്കെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രണ്ടുപേരും അനുഭവിക്കുകയാണ്. രണ്ടുപേർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും യോജിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കുറെ പാഠങ്ങൾ പഠിച്ചു, അവിടെ കുറെ വിഷമങ്ങൾ അനുഭവിച്ചു. പിന്നീട് ചില കാര്യങ്ങൾ മനസ്സിലാവും, വീണ്ടും ഒന്നിക്കും. അങ്ങനെ വീണ്ടും ഒന്നിക്കുന്ന എനർജിയാണ് ഇവിടെ ലവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. നിങ്ങളുടെ കർമ്മ ക്ലിയർ ആകുന്ന, നിങ്ങൾ കൂടി ചേർന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മ ഇവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും നിങ്ങൾ എത്തുന്നു, വീണ്ടും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പിണങ്ങാനുള്ള സാധ്യത. അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷനിൽ കൂടെയാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഒരു സോൾമേറ്റ്, നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവനും പിണങ്ങിയാലും നിങ്ങൾ തന്നെ കപ്പിൾസ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ വന്ന വ്യക്തി തന്നെ പാർട്ട്ണറായിട്ട് പോകും. നിങ്ങളിലേക്കുള്ള ഈ ഒരു സോൾമേറ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ തന്നെ സോളാണല്ലോ, അല്ലെങ്കിൽ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ സോൾ ആത്മമിത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോൾ തന്നെ എന്താണ് പാർട്ട്ണറായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളതാണ്. ഇവർ ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിഞ്ഞങ്ങ് പോവില്ല. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപിരിഞ്ഞാലും അവർ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിലേക്ക് നല്ലൊരു പാർട്ട്ണർ വരുന്നു എന്ന് നമുക്ക് ഇവിടെ പറയാം. ഇവിടെ പേഷ്യൻസ് ആണ്. എന്തൊരു കാര്യവും നിങ്ങൾക്കത് സക്സസ്സിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസ് അത്യാവശ്യമാണ്. ക്ഷമയോടുകൂടി നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ക്ഷമയോടുകൂടി തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ഷമയെന്ന് പറയുന്നത് ജീവിതത്തിന്റെ വിജയത്തിനുള്ള ഒരു അടിസ്ഥാന ഘടകമാണ്. ഇനി അതല്ല, ധൃതി പിടിച്ചൊരു കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കത് സക്സസ് ആവണമെന്നില്ല. മനസ്സിലായി? ധൃതി ഒരിക്കലും നല്ലതല്ല. അത് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്ന ഒരു പ്രോസസ്സാണത്. ആ ഒരു എനർജി അത് അങ്ങനെയാണ്. അതേ സമയത്ത് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സക്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. 6 ആണ് നമ്പർ. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ ഇവിടെ സക്സസ് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ക്ഷമ എന്താണെന്ന്, സ്നേഹം എന്താണെന്നും ഒക്കെ നിങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഔട്ട്സൈഡറാണ്. അവിടെ ഇങ്ങനെ നിങ്ങളിലേക്ക് ആരോ രക്ഷയായിട്ട് വരുന്നു എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മനസ്സിലായോ? ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ വരും. നിങ്ങളിവിടെ ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിച്ചിരുന്ന, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു രക്ഷ വരും. മനസ്സിലായി? നിങ്ങൾ എത്രമാത്രം ആ രക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അത് ക്ഷമയോടുകൂടിയുള്ള വെയിറ്റിംഗ് ആണോ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സക്സസ് ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ്പോൺമെന്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ചേഞ്ചും ഒക്കെ വന്നിട്ടുണ്ട്. പോസ്റ്റ്പോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു കാര്യവും ചെയ്യരുത്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊരാൾ പെരുമാറുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. മനസ്സിലായോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ നമ്മളെ കൊണ്ട് മാത്രമേ കഴിയൂ. അല്ലാതെ മറ്റൊരാളിനെ അടിച്ചേൽപ്പിച്ച് അവർ അതുപോലെ ചെയ്യണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ നമ്മളെ വിട്ടുപിരിയുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ഇന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊരാൾ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന്. ഒരിക്കലും അത് പ്രതീക്ഷിക്കുക പോലും ചെയ്യരുത്. അവിടെ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുക, അല്ലെങ്കിൽ നിരാശയുണ്ടാവും. മനസ്സിലായോ? അതുപോലെ തന്നെ എന്താണ്, ഈ ആരെയെങ്കിലും നിർബന്ധിച്ച്
കൂടെ കൂട്ടുക. അങ്ങനെ നിർബന്ധിച്ച് കൂടെ കൂട്ടുക, അല്ല എങ്കിൽ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ കുട്ടികൾ ഒക്കെ ആയാലും വീട്ടിലുള്ളവരെ തന്നെ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കാതെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർ നഷ്ടപ്പെടുമെന്നുള്ള പേടിയായിരിക്കാം നിങ്ങൾ അവരെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നത്. അത് കുട്ടികളായാലും വലിയവരായാലും അവർക്ക് അവരുടേതായ കുറച്ച് സ്വാതന്ത്ര്യം കൂടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായോ? അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കിവിടെ ഈ ഒരു സക്സസ് വരുന്നത്. കുറച്ചൊരു ഫ്രീഡം അവർക്ക് വേണ്ടി കൊടുക്കാം. ഇവിടെ ഫ്രീഡം കൊടുക്കുന്നുണ്ട്, കണ്ടല്ലേ? കുറച്ചൊരു ഫ്രീഡം അവർക്ക് വേണ്ടി കൂടെ കൊടുക്കാം. അല്ലാതെ ആരെയും അടക്കി ഭരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പെരുമാറും എന്നൊന്നും വിചാരിച്ച് അവരെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പോവാതിരിക്കുക. അതാണ് നമ്മുടെ സക്സസിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടി എടുക്കാവേ. ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? യങ്ങർ വുമൺ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ യങ്ങർ വുമൺ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമായിട്ടൊരു ചെറുപ്പക്കാരിയായിട്ട് ലേഡിയായിട്ട് ഒരു യങ് ലേഡിയുമായിട്ട് ഒരു ഡീലിങ്സ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഹെൽത്തിലൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഹെൽത്തിൽ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മടി വിചാരിക്കുന്ന അനാവശ്യകരമായ മടി, അനാവശ്യകരമായ ക്ഷീണം, ആവശ്യമില്ലാത്തത് ഓവറായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ക്ഷീണം തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ HB കുറവ്, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. മനസ്സിലായി? അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റമിൻ്റെ കുറവ് കൊണ്ട് വൈറ്റമിൻ D ഒക്കെ കുറയാം പലർക്കും. അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അല്ലാതെ ക്ഷീണമാണെന്നും പറഞ്ഞ് ഒരിടത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്നത് നല്ല കാര്യമല്ല. അത് പിന്നെ വർദ്ധിച്ചു വരികയേ ചെയ്യുള്ളൂ, അത് പിന്നെ വഷളാവും. അതുകൊണ്ടാണ് ഉടനടി നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണെന്ന് പറയുന്നത്. മനസ്സിലായോ? റൊമാൻസ് ഇൻ ദ എയർ. നിങ്ങളിലേക്ക് റൊമാൻസ് വരുന്നുണ്ട്. ആരൊക്കെയോ നിങ്ങളിലേക്ക് പ്രണയം കൊണ്ടുവരുന്നുണ്ട്. ആർക്കൊക്കെ നിങ്ങളോട് പ്രണയം തോന്നുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട്. അതുപോലെ വിൻസിംസ് ആണ് പീസ് ആൻഡ് ഹാർമണി. നിങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും ഒക്കെ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് സമാധാനം വരും, സന്തോഷം വരും. മനസ്സിലായോ? ഇത് 4 ലീഫ് ക്ലോവർ ആണ്. ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ. കണ്ടില്ലേ? ഏറ്റവും നല്ല മഹത്തായ നല്ല ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്. അതായത് നല്ല ഭാഗ്യം വരുന്ന ഒരു ദിവസമാണ്. ഏതെങ്കിലും കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാവും എന്നാണ്, അല്ലെങ്കിൽ സമാധാനം കിട്ടും. മനസ്സിന് സമാധാനം കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? അതുപോലെ വേറെ ഒന്നുമില്ല. കൊണ്ടുതരാനാണ്? ആരും കൊണ്ടുതരാനില്ല. അത് നമ്മൾ തന്നെ സ്വരുക്കൂട്ടിയെടുക്കുന്നതാണ് നമ്മുടെ സമാധാനം. നമ്മുടെ സമാധാനം ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കും. ആരോടും അനാവശ്യകരമായത് സംസാരിക്കാനോ, എപ്പോഴും ഫോൺ വിളിച്ച് സംസാരിക്കാനോ, എപ്പോഴും മറ്റുള്ളവരുടെ ഗോസിപ്പ് പറയാനോ ഒന്നും പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. അതല്ല, അവരോട് ആവശ്യമില്ലാത്തവരോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോയാൽ തന്നെയും എന്താണ്, അവരുടെ വായിലിരിക്കുന്നത് നമ്മളുടെ എനർജിയെ തളർത്തുന്ന വിധത്തിലുള്ള സംസാരമായിരിക്കും. അതുകൊണ്ട് അതിന് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ സമാധാനത്തെ നിലനിർത്താൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.